ഈ കാണുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ 9-ാം വാർഡിൽപ്പെട്ട രാജഗിരി മരുന്നിട്ട് റോഡാണ്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ ഒന്ന് കാണാം. ദയനീയമായ അവസ്ഥയാണ്. ഇതിലേ പോകുന്ന ബൈക്ക് യാത്രക്കാരായാലും ഇരുചക്ര വാഹന യാത്രക്കാരുടെ ഒരു ദുരവസ്ഥയാണ് ഈ കാണുന്നത്. അവർ വരുമ്പോൾ ചൂലോ മറ്റെന്തെങ്കിലും കരുതിയിട്ട് വേണം വരാൻ. ഈ കല്ലൊക്കെ ഈ റോഡൊക്കെ പൊട്ടിത്തകർന്ന് 1 വർഷത്തിന് മേലെ പൊട്ടിത്തകർന്ന് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കല്ല് തെറിച്ച് എപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും മറ്റുമായി നിത്യസംഭവമാണ്. അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടും അധികൃതർ ഇത് ടാർ ചെയ്ത് കൊടുക്കാനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. നിരവധി കർഷക കുടുംബങ്ങളും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവരിങ്ങനെ ദിനംപ്രതി യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഒരു ദുരവസ്ഥയാണ്. അവരെപ്പോഴും ഇരുചക്ര വാഹനക്കാർ അവർ യാത്ര ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റോഡ് എപ്പോഴും ഒരു ചൂല് വണ്ടിയിൽ കരുതും. ചൂല് കൊണ്ട് തൂത്ത് ഈ മിറ്റിൽ മാറ്റിയിട്ടല്ലാണ്ട് ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയാണ്. ഇത് കാണാം, നമ്മൾ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ കണ്ടില്ലേ, വലിയ കല്ലുകൾ, ചെറിയ കല്ലുകൾ, കൈവിട്ട് മാറാൻ പറ്റും. ചരലുകളുടെ ഒരു പ്രദേശമാണ്. ഇത്ര തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡ് ചെറുപുഴ പഞ്ചായത്തിൽ മറ്റൊന്നും ഉണ്ടാവില്ല. പലതവണയായിട്ട് പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയതാണ്. ഒരു കുടിയേറ്റ മേഖലയാണിത്. അതുമാത്രമല്ല കാടിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയൊക്കെ ജനങ്ങൾ വളരെ ദുർഘടം പിടിച്ചൊരു യാത്രകൾ ചെയ്യുന്നൊരു പ്രദേശമാണ് ഇതിലേക്കൂടെ. ഇങ്ങനെയുള്ള കാർഷിക മേഖലയിൽ ഒരുപാട് കർഷകനുള്ള പ്രദേശമാണ്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കടയിൽ എത്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ തന്നെ എത്തിക്കണമെങ്കിൽ വാഹനങ്ങൾ സൗകര്യമില്ല, വാഹനം വരാൻ പോലും പറ്റുന്നില്ല. വരുന്ന വാഹനങ്ങൾക്കാണെങ്കിൽ അമിത ചാർജ്, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങൾ ഈ നേരിൽ ഉണ്ട്. ഈ മാർച്ച് ആകാൻ വേണ്ടി പോകുന്നു. എന്നിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ റോഡ് നന്നാക്കാനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഈ ജനങ്ങളുടെ ഒരു ദുരവസ്ഥ അധികൃതർ ഇത്രയും കാലമായി കാണാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ ഇതുവഴി ഒരു തവണയെങ്കിലും ജനപ്രതിനിധികൾ, ഈ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ജനപ്രതിനിധികൾ ഒരു തവണയെങ്കിലും ഈ റോഡ് വന്ന് കണ്ട് ഈ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ഈ റോഡ് നല്ല ഗതാഗത യാത്ര, ഒരു മനുഷ്യൻ്റെ സൗകര്യപരമായ യാത്ര അവൻ്റെ അവകാശമാണ്. ആ ജനങ്ങൾക്ക് അവർക്ക് അങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്കും അധികൃതരോട് പറയാനുള്ളത്. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.